അവൻ ഏത് സദസ്സിൽ ഇരുന്നാലും ഒരു പാട്ട് പാടാതെ പോകത്തില്ല. ചോദിക്കണ്ട. അവന് വേറെ കുഴപ്പമില്ലായിരുന്നു. നമ്മൾ വിചാരിച്ച് ഹെഡ് ഇഞ്ചുറി അവനുണ്ടായിരുന്നു പറഞ്ഞത്. അപ്പൊ അതിലൊന്നും ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എങ്ങനെയെങ്കിലും എവിടെയും ചെന്നാൽ കിട്ടുമോ? ഇനി നമ്മളെ മോനെ എവിടെ ചെന്നാൽ കിട്ടും? ആകാശിന് ഏറെ ഇഷ്ടപ്പെട്ട വാഹനമായിരുന്നു ഇതായിരുന്നു ആകാശ് ഓടിച്ചിരുന്ന വാഹനം. അദ്ദേഹം വലിയൊരു കലാകാരനായിരുന്നു, അദ്ദേഹം ഒരു ഗായകനായിരുന്നു. എന്തായാലും ശരി, അത്തരം ഓർമ്മകളെല്ലാം നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ നമ്മൾ കാട്ടിത്തരികയാണ്. അത്തരം ദൃശ്യങ്ങളെല്ലാം. ഞങ്ങൾ നിൽക്കുന്നത് കൊല്ലം മെഡിക്കൽ കോളേജിന് മുന്നിലാണ്. ആകാശ് എന്ന പ്രിയ കലാകാരൻ്റെ അല്ലെങ്കിൽ ആംബുലൻസ് ഡ്രൈവറിൻ്റെ ആ മരണ വാർത്തയിൽ ദുഃഖങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ. എന്തായാലും ശരി, ഈ ഒരു വാർത്ത നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നു വലിയ സങ്കടത്തോടു കൂടി. അപ്പം 7 കൊല്ലത്തോളം 7 വർഷമായില്ല. 7 വർഷമൊന്നും അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും അവൻ ഇവിടെ വന്നിട്ട് അധികം വണ്ടിയൊന്നും ഓടിയിട്ടില്ലെങ്കിലും എല്ലാവരുടെ കമ്പനിയായി ഭയങ്കര സഹകരണമാണ്, സ്നേഹം മാത്രമുള്ള ഒരു പയ്യനാണ്. ഞാൻ ഇവിടെ ഉള്ളതല്ല, ഞാൻ കല്ലമ്പലത്തുള്ളതാണ്. ആണ്, അടിപൊളിയായിട്ട് പാടും. അവൻ്റെ ഇൻസ്റ്റാഗ്രാം അതുകൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. കാണുന്നവർ അവനെ അതേ കണക്ക് കാണണം. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന നിറഞ്ഞ ഒരു പോസ്റ്ററുണ്ട്. പ്രിയ ആകാശന ആദരാഞ്ജലികളെന്ന ഒരു ചെറിയ പയ്യൻ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട്. ഒരു കുഴപ്പമില്ലായിരുന്നു. ആക്സിഡൻറ്റ് പറ്റി ജനുവരി 25-ാം തീയതി. പിന്നിപ്പോൾ ഇന്നലെ നല്ലതുപോലെ സംസാരിച്ച് പോയതാണ്. മോളും എൻ്റെ പൊടി മോളെ കാണണമെന്ന് പറഞ്ഞ് ഇളയവൾ കുഞ്ഞിനെയും കൊണ്ടുവന്ന് കാണിച്ച് മോളോട് ഇരുന്നിട്ട് ബെഡിൽ കയറിയിട്ട് നേരെ ഒന്ന് ഇരുന്ന് അപ്പോൾ ശ്വാസം ഇങ്ങനെ ഒന്ന് വലിച്ച്. മോള് ചോദിച്ചു എന്താടാന്ന് ചോദിച്ചാൽ പറഞ്ഞ് വയ്യ ചേച്ചി. അന്നേരം ഇങ്ങനെ ഒന്ന് പരതി നോക്കിയിട്ട് ഈ വാതിലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഇട്ട് തലയിട്ട് ആക്കി. ഇത് വരുന്നില്ല എന്നുള്ള ചേലി പറയുന്ന കണക്കാക്കി. മോൻ്റെ കൂട്ടുകാരെല്ലാവരും വന്നു ആംബുലൻസിൽ കയറ്റി അപ്പോഴേ കൊണ്ടുപോയി. അപ്പോഴും പറഞ്ഞ് അമ്മ കരയില്ലേ, എനിക്കൊരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ദൈവം തന്നില്ലല്ലോ മക്കൾ. നമുക്ക് 2 പേരെ കൂടെ ഉള്ള 4 മക്കളാണ് പൊന്നി. ഒരു ആക്സിഡൻ്റ് കേസിൽ നിന്ന് റിക്കവറായി എല്ലാം ആയിരുന്നു. ഏകദേശം ഒരു 26 വയസ്സ്. അതെ, ജനകീയനായിരുന്നു. നല്ലൊരു കലാകാരനായിരുന്നു. ആൾക്കാരോട് നല്ല ഇടപഴകുന്നൊരു വ്യക്തിയായിരുന്നു. ആക്സിഡൻറ്റ് പറ്റി ഇങ്ങനെ കുഴപ്പമില്ല, റിക്കവറായി വന്നു, നല്ലൊരു ആഹാരമൊക്കെ കഴിച്ചു തുടങ്ങി എന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. പെട്ടെന്നായിരുന്നു, നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമായിപ്പോയി. എന്തോ ജനകീയമായി തന്നെ ഒരു വിലാപയാത്ര പോലെയാണ് ഇവിടെ വന്നത്. അപ്പോൾ സംസാരിക്കാനും ഒന്നും പറ്റിയില്ല. പിന്നെ ജസ്റ്റ് വന്ന് കണ്ടിട്ട് 9-ാം വാർഡ്. എൻ്റെ പേര് രജിതകുമാരി. ഇനി നമ്മൾ വിഷമിച്ചിട്ടും കാര്യം അല്ല. അവ ഇതുവരെയും റിക്കവറായി തിരിച്ചു വന്നിട്ടില്ല. ഒരുത്തൻ അവരെ വീട്ടിൽ ഇരിപ്പുണ്ട്. ഒരുത്തൻ എവിടെയാണെന്ന് അറിയാൻ വയ്യ, അവൻ വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കുന്നില്ല. ഇവർ 4 പേരുമായിരുന്നു കമ്പനി. നിങ്ങൾ ഈ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് വാഹനമൊന്നും ഓടുന്നില്ല. എന്നാൽ 2 ദിവസം വണ്ടി ഒതുക്കി, വണ്ടി നമ്മൾ വേറെ വിളിച്ചിട്ടു. കാര്യം നാട്ടുകാർ കംപ്ലൈന്റ് പറയല്ലോ. 5 ആംബുലൻസ് ഞങ്ങൾ വിളിച്ചുകൂടെ വരുത്തിയിട്ടുണ്ട്. നമ്മളെ വണ്ടിയുടെ ആരും ഓടിയിട്ടില്ല. ഒരു വണ്ടിയുടെ ഓടിയിട്ടില്ല. വെളിയിൽ നിന്ന് വണ്ടി വിളിച്ച് വരുത്തിയിട്ട് അങ്ങനെ ഓടിക്കൊണ്ടു ഇത്രയത്. പെട്ടെന്നൊരു എമർജൻസി ടൈം നമുക്ക് പെട്ടെന്ന് വണ്ടി ഇല്ലയെന്ന് പറയാൻ വേണ്ടി അവൻ മരിച്ചു പോയെങ്കിലും
അവന് വേണ്ടി നമ്മൾ വണ്ടി വാക്കിന് വണ്ടി ഒതുക്കിയെങ്കിലും ഒരു രോഗിക്ക് നമ്മൾ ഒരു ബുദ്ധി ഉണ്ടാക്കാൻ നോക്കാണ്ട് വേറെ പുറത്തുള്ള വണ്ടികൾ വിളിച്ചു ചേർത്തി നമ്മൾ കൊടുക്കുന്നുണ്ട്. അവന്റെ വീട് അടുത്ത മാസം പാലുകാച്ചി നമ്മുടെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞിക്ക ഇത്രാന്തിയാണ് എല്ലാവരും കാണത്തിലേക്കാ. അപ്പം നമ്മളും തമാശയ്ക്ക് അവൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് നമ്മൾ കാണും. ആ വീട്ടിൽ കൊണ്ട് അവനെ ഒരു 20 മിനിറ്റ് വെക്കാൻ പറ്റുള്ളൂ. നമുക്ക് 20 മിനിറ്റ് അവന് കിടക്കാൻ പറ്റില്ല വീട്ടിൽ. പുലിക്കുഴി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറേ ചോര ബന്ധങ്ങളൊക്കെ നമുക്ക് കാണാൻ ജീവിതത്തിൽ നമുക്ക് പറ്റില്ല. നമുക്ക് കുറച്ച് സന്തോഷങ്ങൾ കിട്ടുന്ന വെച്ചാൽ ഇവനെ പോലെ കുറച്ച് നല്ല പാട്ട് നിർത്തുന്നത്. അപ്പം നമ്മളെല്ലാവരും ഒരു ദിവസം നമ്മൾ കുറച്ച് വണ്ടി ഒതുക്കിയിട്ട് നമ്മളെല്ലാം കൂടി ചെന്ന് ഫുഡ് കഴിച്ച് എല്ലാം കൂടെ ചേർന്ന് നമ്മൾ ഒരു പാട്ടും പാടി എല്ലാവരും ആഘോഷിക്കുന്ന നല്ലൊരു പയ്യനായിരുന്നു. കൊല്ലം നാട്ടുതൊടിയിലേക്ക് ഒരു അസിസ്റ്റൻ്റായിരുന്നു. അത് കണക്ക് തന്നെ ഇപ്പോൾ വേറെ ട്രൂപ്പിലെല്ലാം കയറിയിട്ട് അവൻ നാടൻ പാട്ട് സജീവമായിട്ട് വരുന്നൊരു വ്യക്തിയായിരുന്നു. നല്ലൊരു പയ്യനായിരുന്നു. ഓക്കെ ആയിരുന്നു. ബൈക്ക് ആക്സിഡന്റ് ചികിത്സയിലായിരുന്നു. അവന് പെട്ടെന്നൊരു ആക്ഷൻ അടിച്ചിട്ടാണ്. അമ്മ എന്നെ രാവിലെ എന്നെ വിളിച്ചായിരുന്നു, ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് പെട്ടെന്ന് വാ മോനെ എന്ന് പറഞ്ഞാൽ വിളിച്ചത്. നമ്മൾ ഓടിയപ്പോൾ ഞാനിവിടെ ഇല്ലെങ്കിലും നമ്മളെ അനിയന്മാർ പയ്യന്മാരെ പെട്ടെന്ന് ഓടി ചെന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ ഓൾറെഡി അറസ്റ്റായി. CPR അടിച്ചിട്ട് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഡോക്ടർമാരും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിട്ടിക്കലാണ്, കിട്ടാൻ പാടാണ്, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയെന്ന് വെച്ചാൽ അങ്ങനെ മാക്സിമം നോക്കി. അകാലത്തിൽ ജീവൻ പൊലിഞ്ഞുപോയ പ്രിയ ആകാശിൻ്റെ ആ ഒരു ഓർമ്മകൾക്ക് മുന്നിൽ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ സ്നേഹത്തിന് മുന്നിൽ, അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ട ആ വാഹനത്തിന് മുന്നിൽ നിന്നും കൊണ്ട് ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ, വിസ്മയാനോസ്.